ഹായ് ഓൾ, വെൽക്കം ടു നിതാഷസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റി കുംസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് കുംസാണ്. അപ്പോൾ കുംസ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും, എന്നാലും ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 4 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് 1/2 കിലോ വെയിറ്റാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കുംസ് ഉണ്ടാക്കുന്നത് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ 4 ക്യാരറ്റ് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനിതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കേട്ടോ. നല്ലപോലെ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യണമെന്നില്ല. അതിൻ്റെ തൊട്ട് മുകളിൽ വലുപ്പമുള്ള അങ്ങനെ ഹോളില്ലേ, അതിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി ഈ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ക്യാരറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വിളയിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുക. നെയ്യുടെ അളവ് കറക്റ്റ് അങ്ങനെ ഇല്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്കമുന്തിരിയൊക്കെ എനിക്ക് പിന്നെ താല്പര്യമില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഞാനിത് കോരിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇനി എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റിൽ ചെറുതായിട്ടൊന്ന് മധുരം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാടൊന്നും ഈ ഒരു സമയത്ത് ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നവരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് ക്യാരറ്റ് കളർ മാറി കിട്ടുകയും ചെയ്യും. നല്ലപോലെ ക്യാരറ്റ് ചുരുങ്ങി ഇപ്പം നമ്മൾ കുറേ ഉള്ള പോലെ ഇല്ലേ, കുറച്ച് ക്യാരറ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ. ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോളക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ആ ഒരു ചൊവ്വ തന്നെ മുന്നിൽ നിൽക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിളയിച്ചെടുക്കുക, വഴറ്റിയെടുക്കുക തന്നെ നിർബന്ധമായിട്ടും ചെയ്യണേ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാരറ്റ് നന്നായിട്ട് ചുരുങ്ങി വന്ന് ചെറിയ രീതിക്കൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു വേറെ ബൗളിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു മുട്ടയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 5 മുട്ടയാണ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. മുട്ട എന്ന് പറയുമ്പോൾ ഓവർ വലുപ്പമില്ല, ഒരു മീഡിയം വലുപ്പമുള്ള 5 മുട്ടയാണ് കേട്ടോ. ഈ ഒരു 1/2 കിലോ ക്യാരറ്റിലേക്ക് കറക്റ്റ് അളവാണ് ഇത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാരറ്റിൽ ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒരു മുട്ടക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് കേട്ടോ. എനിക്കിത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചെറുതായിട്ട് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായ, ചെറിയൊരു ഏലക്കായ ചേർക്കുന്നുണ്ട്. പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പോളയ്ക്ക്. ഇനിയിപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 2-3 പിഞ്ച്. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാനിത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ക്യാരറ്റ് ചൂടാറാൻ വെച്ചില്ല, ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ക്യാരറ്റ് അവിടെ ഇവിടെ ഒന്ന് കൂടുതലും കുറവൊന്നും ആവാതെ എല്ലാ രീതിയിലും ബാലൻസ് ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല, നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോള റെഡിയാക്കി തുടങ്ങാം, കുംസ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ക്യാരറ്റ് ഈ ഒരു മിക്സിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. സ്പൂണിലെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ മുട്ടയുടെ ഇത് കൂടാനും പാടില്ല, എന്നാൽ ക്യാരറ്റ് ഓവറായിട്ട് തിക്കാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു കുംസിൻ്റെ മിക്സിൽ അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മുകളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പിൽ അത് മൊത്തത്തിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. കാരണം അങ്ങനെ താഴ്ന്നു പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മിക്സിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ വെക്കുന്ന തമ്പോൾ താഴ്ന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിലൊരു ചൂടാക്കിയിട്ട് പഴയ പാൻ വെച്ച് കൊടുക്കുക കേട്ടോ. പഴയ പാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫ്ലെയിം നന്നായിട്ട് കുറച്ചാലും മതി. എന്നിട്ട് നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 മണിക്കൂറാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ചിലപ്പോൾ 1-2 മിനിറ്റ്, ചിലവർക്ക് അധികമാവും. ഓരോ പാത്രത്തിൻ്റെ ഫ്ലെയിമിൻ്റെ ഒക്കെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ 1/4 മണിക്കൂറാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ കുംസ് റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂറാകുമ്പോൾ തന്നെ എൻ്റെ കുംസ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ക്യാരറ്റ് കുംസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്യേണ്ട പരിപാടികൾ. സൈഡൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കുംസാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഇതേ അളവിലെടുത്താൽ മതി. അപ്പോൾ ഒരു ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്